മറ്റൊരു വാർത്ത. കൊച്ചിയിൽ നിന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാൻ വൈദികർക്ക് അന്ത്യശാസനം നൽകി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ. ഞായറാഴ്ചയ്ക്ക് മുൻപ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അശ്വതി എത്തിച്ചേരുന്നു. അശ്വതി, ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇപ്പോൾ പക്ഷേ അദ്ദേഹം അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്താണ്? ഫിജി, കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ എത്തിയപ്പോൾ ഒക്കെ വലിയ പ്രതിഷേധമാണ് വൈദിക സമിതിയുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഒരു അന്ത്യശാസനം, ഒരു കത്തായി നൽകിയിരിക്കുന്നത്. ഏകീകൃത കുർബാന അർപ്പണത്തിൽ വൈദികർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അതായത് ഏകീകൃത കുർബാന പള്ളികളിൽ ചൊല്ലണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 20-ന്, അതായത് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ഉത്തരവ് നടപ്പാക്കാത്ത ആളുകൾക്കെല്ലാം കർശനമായ നടപടി അവർ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള കാനൻ നിയമപ്രകാരമുള്ള കർശന നടപടി നേരിടേണ്ടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കത്തിൽ ഉള്ളത്. വളരെ ഫേമായിട്ട്, അതായത് വളരെ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നാണ് ഈ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെല്ലാവർക്കും കൈമാറിയിരിക്കുന്നത്. ഫിജി, അശ്വതി, അങ്ങനെ നോക്കുമ്പോൾ ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വൈദികർ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതോ അവർ നിഷേധാത്മക നിലപാട് തുടരുമോ? വൈദികർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിഷേധാത്മക ഒരു നിലപാട് തുടരാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിലും ഈ വിഷയത്തിൽ അവർ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. അതായത് അൽമയ മുന്നേറ്റം നേരിട്ട് പ്രതിഷേധിക്കുകയും ഒപ്പം തന്നെ വൈദിക സമിതിയുടെ എല്ലാ പിന്തുണയും അതിനുണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, വൈദികർ അവിടെ ജനാഭിമുഖ കുർബാന നടത്തുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവരുടെ ഉറച്ച നിലപാട് തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയം ഇനിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഞായറാഴ്ച, അതായത് 20-ാം തീയതി ഈ പള്ളികളിൽ ഇത് ചൊല്ലിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടികൾ, അതായത് കാനൻ നിയമപ്രകാരമുള്ള നടപടികൾ സിനഡിന്റെ ഭാഗത്തു നിന്ന് വൈദികർ നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, ഈ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയം നീളാനുള്ള സാഹചര്യം കൂടി ഒരുക്കും. ഫിജി. ശരി,